അങ്ങനെ ഞാൻ നടന്നിട്ട് ആ ഒരു നേപ്പാളി ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. അത് കാണാൻ പറ്റും ഗംഗ. സോ ഇവിടെ നിന്നാണ് നമുക്ക് ആ നേപ്പാളി ക്ഷേത്രത്തിലോട്ട് കയറിപ്പോകുന്ന ആ ഒരു എൻട്രൻസ് നമുക്ക് കാണാൻ പറ്റും. എന്ത് രസമാണെന്ന് നോക്കി. ഈ ഒരു ഫോർട്ടിൻ്റെയൊക്കെ ആ ഒരു കൺസ്ട്രക്ഷൻസ് പണ്ടത്തെയാണ്. അത് ഏതാണ്ട് ഒരുപാട് 10,000 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു ഫോർട്ടാണ്. അത് കാണാൻ പറ്റും. ഇതിൻ്റെ ഓരോ അറകളും ഒക്കെ എന്ത് രസമായിട്ടാണ്. ഭയങ്കര ഒരു കൂളിംഗ് ആകട്ടെ ഇവിടെ ഇരിക്കും. ഭയങ്കര ഒരു തണുപ്പാണ്. ആൻഡ് ഇവിടെ ഇരുന്നുകൊണ്ടുള്ള ആ ഒരു ഗംഗാനദിയുടെ ആ ഒരു വിഷ്വൽസ് ഇങ്ങനെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര രസമാണ്. എസ്പെഷ്യലി രാത്രി സമയത്ത്. ഇന്നലെ രാത്രി നമ്മളിങ്ങനെ ഹാങ് ഔട്ട് ചെയ്യാനായിട്ട് ഇറങ്ങിയ സമയത്ത് ഇവിടെ നടന്ന സമയത്ത് ഫുൾ ഇതിങ്ങനെ ഒരു ഗോൾഡൻ, ശരിക്കും പറഞ്ഞ ഒരു രാജസ്ഥാനി പാലസിൽ കൂടെയൊക്കെ നടക്കുന്ന ഒരു ഫീലായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി ഇതുവഴി നടന്നപ്പോൾ. ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ആ ഒരു ഗംഗയുടെ ആ ഒരു വിഷ്വൽ കാണാനും ഒക്കെ ഭയങ്കര രസമാണ്. സോ ഞാൻ ഇതിനകത്തേക്കാണ് നമുക്ക് ആ ഒരു നേപ്പാളി മന്ദിറിലേക്ക് കയറി പോകാനുള്ള വഴിയെന്ന് പറയുന്നത്. സോ നമ്മൾ ആ ഒരു നേപ്പാളി ക്ഷേത്രത്തിലോട്ട് പോകുന്ന ആ ഒരു എൻട്രൻസ് ആണ് കേട്ടോ. ഇതുവഴി ഈ കാണുന്ന എൻട്രി കയറിയിട്ടാണ് നമ്മൾ ആ ഒരു നേപ്പാളി മന്ദിറിലേക്ക് എത്തുന്നത്. കാണാൻ പറ്റും. ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ മഹാദേവ് നേപ്പാൾ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡ് കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. സോ നമ്മളങ്ങനെ ആ ഒരു നേപ്പാളി ക്ഷേത്രത്തിലോട്ടുള്ള ആ ഒരു എൻട്രൻസ് ആണ് ഇതെന്ന് പറയുന്നത്. സോ ഇതാണ് ആ ഒരു നേപ്പാളി ക്ഷേത്രം എന്ന് പറയുന്നത്. കാണാൻ പറ്റും. സോ നമ്മളങ്ങനെ എന്താ പറയുക, ഇത് അതിപുരാതനമായിട്ടുള്ളൊരു ശ്രീ സാമാജേശ്വർ, എൻ്റെ ഹിന്ദിയൊക്കെ ആകെ, ശ്രീ സാമാജേശ്വർ പശുപതിനാഥ് മഹാദേവ മന്ദിർ. സോ നേപ്പാളി മന്ദിറാണ്. സോ ഇതിനകത്തേക്കാണ് ആ ഒരു ക്ഷേത്രം വരുന്നത്. കാണാൻ പറ്റും. നമുക്ക് എന്തായാലും അകത്തോട്ട് കയറാം. എൻട്രിക്ക് നമ്മൾ 20 രൂപ എൻട്രി കൊടുത്തിട്ട് വേണം അകത്ത് കയറാനായിട്ട്. ആ കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെരുപ്പ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പുറത്ത് വയ്ക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോർഡും നമുക്ക് കാണാൻ കഴിയും. സോ നമ്മളങ്ങനെ ഇതാണ് നമ്മൾ നേപ്പാളി ക്ഷേത്രത്തിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. സോ ഇതാണ് നമ്മുടെ നേപ്പാളി ക്ഷേത്രമാണ് കാണുന്നത്. തൊട്ടടുത്തായിട്ട് ആ ഒരു ഗംഗാനദി മുഴുവൻ കാണാൻ പറ്റും. സോ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നേപ്പാളി രീതിക്കാണ് അത് ഫുള്ള് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളതൊക്കെ. ഒരു വലിയ മണിയും ഇത് ശിവഭഗവാൻ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ. പ്യുവറായിട്ടും ശിവഭഗവാന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളൊരു ക്ഷേത്രമാണ്. എല്ലാം എന്താ പറയുക, ആ ഒരു നേപ്പാളി രീതിക്കുള്ള കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ നേപ്പാളി രീതിക്കുള്ള ആ ഒരു വാസ്തുശൈലിയിലാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. കാണാൻ പറ്റും. ഈ ക്ഷേത്രം മുഴുവൻ ആ ഒരു നേപ്പാളി രീതിക്കുള്ളൊരു കൺസ്ട്രക്ഷനാണ്. നമുക്കത് കാണാൻ പറ്റും. ഫുള്ള് ആ ഒരു നമ്മൾ നേപ്പാളിലൊക്കെ എത്തിയൊരു ഫീലാണ്. അതിൽ ഇവിടെ നിന്നുകൊണ്ടുള്ള ആ ഒരു ഗംഗാനദിയുടെ ആ ഒരു വ്യൂ എന്ന് പറയുന്നത് എന്ത് മനോഹരം നോക്കി. ഈ നേപ്പാളി ക്ഷേത്രത്തിൽ നിന്നുകൊണ്ടുള്ള ആ ഒരു അവിടെ ഒരു എന്താ പറയുക, ഒരു തോമ്പ് പോലെയൊക്കെ കാണാൻ പറ്റും. അതിൻ്റെ ഇവിടെ നിന്നുകൊണ്ടുള്ള ആ ഒരു ഗംഗാനദിയുടെ കൂടെ ഇങ്ങനെ ബോട്ട് റൈഡൊക്കെ പോകുന്ന ഒരു കാഴ്ച എന്ത് മനോഹരമാണെന്ന് നോക്കി. ഇത് ഭയങ്കര ഒരു ഹെവൻലി പീസാണ്. അതിൻ്റെ ആ ഒരു മരം, ഇത് എന്ത് ചെടിയാണെന്ന് എനിക്കറിഞ്ഞൂടാ. ഒരു മരമൊക്കെ ഇങ്ങനെ, ഒരു ചെടിയൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ട്. ആ മുകളിലത്തെ ആ ഒരു എന്താ പറയുക, ശരിക്കും ആ ഒരു നേപ്പാളി ക്ഷേത്രങ്ങളുടെയൊക്കെ ആ ഒരു ക്ഷേത്രം, ശരിക്കും ഈ ഒരു ക്ഷേത്രം നമ്മുടെ ഭഗവാൻ ശിവന് വേണ്ടിയാണ് സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ശിവഭഗവാന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ ഒരു നേപ്പാളി ക്ഷേത്രം എന്ന് പറയുന്നത്. ഇത് എന്താ പറയുക, ഒരുപാട് അതിപ്രാചീനമായൊരു ക്ഷേത്രം തന്നെയാണ് ഈ ഒരു നേപ്പാളി ക്ഷേത്രം എന്ന് പറയുന്നത്. ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്നുള്ള ആ ഒരു ഗംഗാനദിയുടെ ഒരു വ്യൂ എന്ത് ഭംഗിയാണെന്ന് നോക്കി. അതിൻ്റെ ഈ ഒരു മരങ്ങളും ഇവിടെയൊക്കെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇവിടെ ഇരുന്നാണ്. കുറച്ച് നേരം ഇവിടുന്ന സമയത്ത് ഭയങ്കരമായിട്ടൊരു മെഡിറ്റേറ്റിംഗ് പവർ, ഭയങ്കര ഒരു പീസ് ഓഫ് മൈൻഡ് കിട്ടുന്ന ഒരു സ്ഥലമാണ് അങ്ങനത്തെ ഒരു കാശിയിലവിടെ പോയി കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഇവിടെ ആ ഒരു കുറച്ചൊരു നല്ലൊരു പീസ് കിട്ടുന്നൊരു വൈബ്. എനിക്ക് ഭയങ്കരമായിട്ട് അത് കണക്റ്റായി ഇവിടെ നിന്നപ്പോഴും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാരണാസി എന്ന് പറഞ്ഞൊരു ഭയങ്കര ഒരു അത്ഭുതമാണ്. അല്ലെങ്കിൽ ഒരുപാട് കാണാനും നല്ലതും മോശവുമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളുള്ളൊരു വലിയൊരു ഹോൾ ഏരിയയാണ്. അത് ഇവിടെ നിൽക്കുമ്പോൾ ഈ ഒരു നേപ്പാളി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അത് കാണാൻ പറ്റും. അവിടെ ആ ഒരു ഗംഗാനദിയും അതിന് കരയിലായിട്ട് ഈ ഒരു ബോട്ടിങ്ങിന് പോകുന്ന ആ ഒരു ബോട്ടിങ്ങിൻ്റെ കാഴ്ചകൾ, അതിനപ്പുറത്ത് ആ ടെൻറ്റുകൾ കാണുന്ന ആ ഒരു ദൂരെ ഒരു ടെൻറ്റ് കാണുന്നില്ല, അതൊക്കെ അഘോരികളുടെ ടെൻറ്റാണ്. അങ്ങോട്ടേക്ക് എന്താ പറയുക, അങ്ങോട്ടേക്ക് അധികം മനുഷ്യന്മാരൊന്നും പോകത്തില്ല. അവിടെ കൂടുതൽ ഈ അഘോരീസൊക്കെയാണ് സ്റ്റേ ചെയ്യുന്നത്. സോ അതുപോലെ തന്നെ ഈ ബാങ്കിൽ അവർ ബോട്ടിങ് പോകുന്ന കാണാൻ പറ്റും. അങ്ങോട്ട് ഘാട്ടുകളാണ്, നിറയെ ഒരുപാട് ഘാട്ടുകൾ. അവിടെ ഇങ്ങനെ നമ്മുടെ അശ്വമേധ് ഘട്ടൊക്കെ വരുന്ന ആ ഒരു ഏരിയയിലോട്ടാണ് അവിടെ ഇങ്ങനെ നിരത്തി ഇങ്ങനെ ബോട്ടുകൾ ഇട്ടിരിക്കുന്നത് കാണാൻ പറ്റും. ഈ ഒരു നേപ്പാളി ക്ഷേത്രം എന്ന് പറയുന്നത് എന്താ പറയുക, ഭയങ്കര ഒരു കാഴ്ച തന്നെയാണ്.
അപ്പോൾ കാശിയിൽ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്മുടെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിനും അതുപോലെ തന്നെ ആ മണികർണിക ഘാട്ടിനും ഇടയിലായിട്ടാണ് ഈ ഒരു നേപ്പാളി ക്ഷേത്രം വരുന്നത്. മിസ് ചെയ്യരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ എല്ലാവരിലൂടെയും ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും വാരണാസി കാഴ്ചകൾ ഇവിടെ തീരുന്നില്ല. വാരണാസിയുടെ മറ്റൊരു സ്ഥലത്തെ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരേക്കും ഇറ്റ്സ് മീ രാജേഷ് രാജൻ സൈനിങ് ഓഫ്. ബൈ.